കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ നല്ലൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പം ഇടാൻ പോകുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഡ്രസ്സാണ്, അതായത് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു റെഡ് ടോപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വൈറ്റ് പലാസ പാൻറ്റുമായിട്ട് എടുത്തേക്കുന്നത്. ഈ ടോപ്പിന് ഒരു 5-6 വർഷത്തെ പഴക്കമുണ്ട്. 6 വർഷമല്ല, അതിനും കൂടുതൽ 7 വർഷത്തോളം പഴക്കമുണ്ട്. കാര്യം ഈ ഫ്രണ്ടിൽ കാണിക്കുന്ന കുറേ ബീഡ്സ് വർക്കുണ്ട്, ഷുഗർ ബീഡ്സ്. ഇതൊന്നും അല്ല, ഇപ്പം 3ാമത്തെ വർക്കാണ് ഞാൻ ഈ ചെയ്തേക്കുന്നത് ഇതിനകത്ത് കേട്ടോ. ഇതിക്ക് മുമ്പ് ചെയ്തിരിക്കുന്ന വർക്കെല്ലാം ഞാൻ ഓരോന്നോരോന്ന് കഴിച്ച് ഈ ടോപ്പിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആണ് എനിക്ക്. അതുകൊണ്ടാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ടോപ്പ്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഒരു പ്രിയപ്പെട്ട ഒരു ടോപ്പോ ഓല ഉടുപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ എല്ലാവർക്കും. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. അപ്പം എന്താ പറയുക, ഞാൻ മുഖമെല്ലാം നല്ലോണം വൃത്തിയായി കഴുകിയിട്ടുണ്ട്. കഴുകിയിട്ട് തുടച്ചതാണ്. ആദ്യം ഞാൻ തേച്ച് കൊടുക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ മാമ എർത്തിൻ്റെ ക്രീമാണ് കേട്ടോ. വിറ്റാമിൻ സി ക്രീം നല്ലതാണ് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ നാത്തൂന് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അവൾ കാരണമാണ് ഞാൻ ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നത്. അത് എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു ക്രീമാണ്. ഞാനത് മുഖത്ത് നല്ലോണം തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും ഞാൻ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ക്രീം തേക്കുമ്പോഴാണെങ്കിലും ഏതൊരു ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ കഴുത്തിന് ഉൾപ്പെടെ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചില ക്രീമുകളൊക്കെ തേച്ചിട്ട് ചില ആൾക്കാർ മുഖത്ത് മാത്രം തേക്കും. അങ്ങനെ പാടില്ല, നമ്മുടെ കഴുത്തിനും കൂടി തേച്ച് കൊടുക്കണം. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ മുഖം വെളുക്കും, കഴുത്ത് കറുത്തിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, എന്ത് ക്രീം ഉപയോഗിച്ചാലും എന്ത് ഫേസ് പാക്ക് ചെയ്താലും കഴുത്തിനും മുഖത്തും ഒരുപോലെ ചെയ്യാം. പിന്നെ തേച്ച് കൊടുക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഒരു ന്യൂട്രി ഗ്ലോ എന്ന് പറയുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. എനിക്കിത് റിസൾട്ടുണ്ട് പറയുമ്പോൾ അടുത്താളെ കൂടി പറയണത് എൻ്റെ നാത്തൂൻ. ഞങ്ങൾക്ക് 2 പേർക്കും റിസൾട്ട് ഉള്ളതാണ് കേട്ടോ. ഞാൻ ഞെക്കിയിട്ടാണെങ്കിൽ അതിൽ നിന്ന് വരുന്നില്ല. ഇത് എന്തോ കെയർ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ പിന്നെ 2-3 പ്രാവശ്യം ഞാൻ ഞെക്കി എടുത്തപ്പോൾ വന്നു. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് സിറ്റ് ഔട്ടിലാണ് ഇരുന്ന് ചെയ്യുന്നത്. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പുറത്ത് ആ സിറ്റ് ഔട്ടിൽ. അപ്പം ഇതൊന്ന് ഇച്ചിരി ഒബ്സർവ് ആകാൻ ഇച്ചിരി പാടാണ്, ഇച്ചിരി വെയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ലോണം തേച്ച് കൊടുക്കുക. അല്ലാതെ നല്ലതാണ് കേട്ടോ, നല്ലോണം പെട്ടെന്ന് ഇതാകുന്നതാണ്. പക്ഷേ ആ വിയർപ്പ് കൂടി വരുന്നത് കൊണ്ട് ഞാനിപ്പോൾ അകത്ത് പോയി ഫാൻ്റെ അടുത്ത് നിന്നുകൊണ്ടൊന്ന് ഇതാക്കിയതേ. പിന്നെ ഒരു ടാൽക്കം പൗഡർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഡാസിലറിൻ്റെ. ഞാൻ ഇതിക്ക് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം വലിയ ബോട്ടിൽ പൗഡറൊക്കെ ആകുമ്പോഴത്തേനും എന്താ പറയുക, ലാസ്റ്റ് വരുമ്പോഴത്തേനും ആ ഒരു മണം ഉണ്ടാകത്തില്ല. നമ്മൾ മേടിക്കുമ്പോഴുള്ള ആദ്യത്തെ മണമില്ല, അതുണ്ടാകത്തില്ല. പിന്നെ ഉപയോഗിക്കുന്ന ഡാസിലറിൻ്റെ തന്നെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. അത് ഇത്രയും ഓൾമോസ്റ്റ് തീരാറായി, അതായത് കുഞ്ഞുങ്ങൾ കൂടി പിരികൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാക്മിയുടെ ഐലൈനറാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനൊന്ന് പിരികെ എഴുതിയിട്ടും വരാം. അപ്പോൾ ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്, പിന്നെ ബാക്കി കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണ ഞാൻ മൊത്തം എഴുതാറില്ല, അറ്റത്തൊരു വാല് മാത്രം ഇടാറാണുള്ളത്. പിന്നെ ഡാസ്ലറിൻ്റെ ആ ഐബ്രോ പെൻസിലില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ അകത്തൊന്ന് കണ്ണെഴുതി കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ മുമ്പൊന്നും ഇങ്ങനെ വാലിട്ട് കണ്ണെഴുതത്തില്ലായിരുന്നു, ഇപ്പോൾ വാലിട്ടാണ് കണ്ണെഴുതുന്നത് കേട്ടോ. അങ്ങനെ കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. പക്ഷേ ഇത്തിരി വാലിട്ട് എഴുതുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിൽ കൊണ്ട് കണ്ണിൽ നിന്ന് എഴുതി കൊടുക്കുവാണ്. വലിയ ഡാർക്കായിട്ടല്ല, ചെറുതായിട്ട് ലൈറ്റായിട്ട് മാത്രമാണ്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, അതാണ് ഭയങ്കര ചൂട്. അപ്പം ഇത് എൻ്റെ എന്താ പറയുക, പൊട്ടിൻ്റെ ബോക്സാണ് കേട്ടോ. ഇത് കുറേ ടൈപ്പ് പൊട്ടുകൾ കിടപ്പുണ്ട്. ഞാനപ്പോൾ തുടങ്ങുന്നത് ഈ ഒരു കല്ലിൻ്റെ പൊട്ടാണ്. എല്ലായിടത്തൊന്നും പോകുമ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് പൊട്ടല്ല വെക്കുന്നത്, കറുത്ത പൊട്ടാണ് വെക്കുന്നത്. ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഈ ഒരു പൊട്ട് വെക്കുമ്പോഴത്തേന് ഇച്ചിരി കൂടി ഒരു മുഖത്തിനൊരു ഭംഗി തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് ഇതാണ് കേട്ടോ, വൈൻ റെഡ് എന്നൊക്കെ പറയാം. ഇത് ഞാനിപ്പോൾ ഇച്ചിരി ഡാർക്കായിട്ട് അടിക്കുന്നുണ്ട്. ഡാർക്കായിട്ട് അടിക്കുമ്പോഴത്തേനും നല്ലോണം വെളുത്തിരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ആ കയ്യിൽ ഇച്ചിരി മിച്ചമുണ്ടായിരുന്ന തന്നെ എടുത്ത് ഞാൻ ബ്ലഷായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല, മുഖത്തൊരു ചെറിയൊരു വെട്ടം വീണിട്ടില്ലേ, ആ കണ്ടോ. ആ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് മുഖത്തൊരു വെളിച്ചം തോന്നും അല്ലേ. അപ്പോൾ ഞാൻ ആ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെയാണ് ഞാൻ സിന്ദൂരമായിട്ട് അതായത് നമ്മുടെ സിന്ദൂര രേഖ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടപ്പോഴത്തേനും ചരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പെട്ടെന്നൊരു എക്സൈറ്റഡ് ആയില്ലേ, അത് വേറൊന്നുമല്ല, എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു, ചേട്ടൻ്റെ അനിയനാണത്. അതായത് കുറുമൻ. എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അവൻ എൻ്റെ കട്ട എന്താ പറയുക ബ്രദർ. എനിക്ക് പിറക്കാതെ പോയ എൻ്റെ ഒരു കൂടപ്പിറപ്പെന്ന് വേണം പറയട്ടോ. അവനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാത്തിനും സപ്പോർട്ട്. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സംസാരിച്ചിരിക്കും. അതാണിപ്പോൾ ഈ വീഡിയോയുടെ മുമ്പിൽ കാണുന്നത് കേട്ടോ.
അപ്പോൾ ഏത് കമ്മലിടണമെന്നൊക്കെ അവനോട് ചോദിച്ചിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. ആ കുറുമ മാത്രമല്ല കേട്ടോ, വേറൊരു അനിയൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു, മാമൻ്റെ മോൻ തങ്കു കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഓരോന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ആ മുഖത്തിൻ്റെ ആ ഒരു ഭംഗിയുണ്ട് ഗൈസ്, അടിപൊളിയായിട്ടില്ലേ? എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു എന്നെ കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പനി വന്നതുകൊണ്ട് തലയിലൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. ഇപ്പോൾ കാഴ്ചയിൽ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് നല്ല ജലദോഷമുണ്ട്. അതുകൊണ്ട് തലയിലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മുടിയിലാണെങ്കിൽ മുടി ഇപ്പോൾ നല്ലോണം കൊഴിഞ്ഞു വരുന്നുണ്ട്. മുടിയിൽ എനിക്ക് എന്താ പറയുക, ചീപ്പ് ഒന്ന് തൊടുമ്പോൾ തന്നെ മൊത്തത്തിൽ ഇങ്ങോട്ട് ഊരി വരുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം എൻ്റെ മുടിയുടെ. ഇപ്പോൾ ഇതേ നമ്മുടെ മുടി നമ്മൾ നല്ലോണം കെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് മുടി നഷ്ടമാകും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക, തിരക്കിട്ട ജീവിതമായതുകൊണ്ട്. അപ്പോൾ അവനോട് ഞാനിങ്ങനെ പറയുമായിരുന്നു, എൻ്റെ മുടി നല്ലോണം പോകുന്നടാ. അപ്പോൾ ഓരോ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് പറയുമായിരുന്നു അനിയൻ. അപ്പം ഇങ്ങനെ കെട്ടിയത് ഓക്കെ, രണ്ടുപേരും ഓക്കെ പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ബാക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം എന്താ പറയുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്ത്, ഇങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ ബൈ ബൈ, സീ യു.